വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ആമേൻ, സ്തോത്രം. ഒന്നുകൂടെ വായിച്ചു. അതിന് ശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. മതി. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാ വായിച്ചു. ഈ സത്യവേദ പുസ്തകം, ഇതിന്റെ പേര് സത്യവേദ പുസ്തകമെന്ന്. ഇതുപോലെ വേറൊരു പുസ്തകമില്ല, ഇനിയൊട്ട് ഉണ്ടാക്കാൻ ഒക്കത്തുമില്ല. അഥവാ ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഒക്കുകയില്ല ഇതുപോലൊരു പുസ്തകം. ഇപ്പൊ ഞങ്ങളുടെ ഇടയിലെ ഉപദേശിമാർക്ക് ഈ പുസ്തകം കൊണ്ടുചെല്ലുന്നത് ഇപ്പൊ എന്റെ നാണക്കേട്, ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നാ പറയുന്നത്. പിന്നെ എല്ലാവരുടെയും കൈ മറ്റേ കുന്തമായിരിക്കുന്നത് എന്തുവാ, ടാബ്. നിങ്ങളുടെ കയ്യിലെല്ലാം വേദപുസ്തകമാണ്. ഇല്ലേ? അതാ നിങ്ങളെ അഭിനന്ദിക്കുന്നു, കുഞ്ഞുങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ ചിലത് പാടുന്നല്ലാതെ പുസ്തകമായിട്ടൊന്നും വരികയല്ല. മിക്കതും കാള കളിച്ച് നടക്കുക. നമ്മുടെ കയ്യിലുണ്ടല്ലോ വേദപുസ്തകം. കയ്യിലുണ്ടോ? ആട്ടെ, ബാഗിനകത്ത എന്നാലും ഉണ്ടല്ലോ. വീഡിയോ എടുക്കുന്നവരുടെ വേദപുസ്തകം ഉണ്ടോ? എന്ത് ചെയ്യേ? ഈ കുന്തമായിട്ട് വന്നിരിക്കുക വേദപുസ്തകം കൊണ്ടിനാതെ. ഇനി എവിടെയെങ്കിലും യോഗത്തിന് വന്നാൽ വേറെ പുസ്തകം കൊണ്ടുവരണം. ഞാൻ എല്ലാം എടുത്ത് ഉരുട്ട് കളയും. മുഴുവൻ കുരുക്ക. അപ്പോൾ വേദപുസ്തകം ഇത് സത്യവേദ പുസ്തകമാണ്. സത്യവേദ പുസ്തകം. ഇതേ പെരുവക്കേടാ, പൊളിഞ്ഞു പോവും. ഈ സത്യവേദ പുസ്തകം, മറ്റു വേദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ. ആ 4 വേദം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇതിന്റെ പേര് സത്യവേദ പുസ്തകം. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ ഇത് സത്യമായ കാര്യമാണ്. ഒരെണ്ണത്തിന് വിശ്വാസമില്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനൊന്നും മൂക്കണ്ട. സത്യവേദ പുസ്തകം. മൊത്തം 66 പുസ്തകമാണ്. ചിലരുടെ കയ്യില് കുറച്ചുകൂടെ കൂടുതൽ പുസ്തകമുണ്ട്. ആരാന്നറിയാമല്ലോ കൂടുതൽ പുസ്തകമുള്ളവർ? തല്ലുകൊള്ളണ്ട. അപ്പൊ ചിലരുടെ കയ്യില് കുറച്ച് പുസ്തകം കൂടെ കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക അതാരാണ്? അതവര് പോകുന്ന കാണുമ്പോൾ അറിയാം. അവരുടെ വസ്ത്രം, സംസാരം, അവര് കൂടുന്ന സ്ഥലം, രീതി ഒക്കെ കാണുമ്പോൾ അറിയാം ഇത് പുസ്തകം കൂടുതലുള്ള കക്ഷികളാണ്. പുസ്തകവും കൂടുതലാ, അപ്പോഴേ അങ്ങനെയുള്ള ഈ പുസ്തകം സത്യവേദ പുസ്തകം 66 പുസ്തകം. ദൈവത്തിന് മഹത്വം. അതിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ചിലരെ വെളിപാടെന്ന് പറയാറുണ്ട്. വെളിവില്ല, വെളിപാടല്ല, വെളിപ്പാട് പുസ്തകം. അതെ, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. ഇനി ഒരു കാര്യം പറയാം, ഇത് ദൈവമക്കൾക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ബോധ്യമാകും. ഈ 2 പുസ്തകം പഠിക്കാനും പഠിപ്പിക്കാനും പിശാച് അനുവദിക്കുകയല്ല.
ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും പഠിപ്പിക്കാനും പ്രസംഗിക്കാനും പറയാനും കഴിവിന്റെ പരമാവധി അവൻ സമ്മതിക്കുകയല്ല, പിശാച്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവന്റെ ആരംഭത്തെ പറ്റി കാണുന്നുണ്ട്, ഇവന്റെ തന്ത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഇവന്റെ അവസാനത്തെയും കാണുക. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവന്റെ സൂത്രം, ചതിവ്, വഞ്ചന, സ്തോത്രം ഉൽപ്പത്തിയിലാ പഠിക്കുന്നത്. തള്ളയെടുക്ക വന്നത് പിന്നെ ആ ഭാഗത്തോട്ട് പിന്നെ വരുന്നുണ്ട്. അപ്പൊ ഇവന്റെ സൂത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ഉൽപ്പത്തിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഒരു പാട്ടിന്റെ വരി പാടുമല്ലോ, തിരുമേശയുടെ സമയത്തൊക്കെ പാടും. കുടിയന്മാര് നിൽക്കുമ്പോഴാ ഞാനിപ്പോ സ്റ്റേജിൽ നിൽക്കുന്നത്. ഉറക്കുന്നില്ല, നോക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ രണ്ട് പുസ്തകം പഠിപ്പിക്കാൻ പിശാച് അനുവദിക്കത്തില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇവന്റെ സൂത്രം, തന്ത്രം, ഇവൻ കയറി വരുന്നത്, ചതിക്കുന്നത്. സ്തോത്രം. അതല്ല ഉൽപ്പത്തിയിലാ പഠിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഇവന്റെ അവസാനത്തെ കാണിക്കുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് രണ്ടും പുള്ളിക്ക് ഇഷ്ടമല്ല. ഉൽപ്പത്തി പുസ്തകം ഓർപ്പിച്ചല്ലോ. വേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം, അല്ല ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, 5 പുസ്തകം. ഇത് എഴുതിയത് മോശയാ. മോശെ. അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉദിക്കും. ഞാൻ ഇന്ന് വളരെ ശാന്തമായിട്ടാ പറയുന്നത്. നാളെ ഇവിടെ നല്ല തകർത്ത് പൊടിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്ന് ഇങ്ങനെ പോട്ടെ. ഈ 5 പുസ്തകം എഴുതിയത് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്ന് പറയപ്പെടുന്ന മോശെ എഴുതിയതാണ് ഈ 5 പുസ്തകം. ആ മോശയ്ക്ക് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ ചിലക്ക് ന്യായമായിട്ടൊരു ചിന്തയുണ്ട്, മോശെ ജനിക്കുന്നതിന് മുമ്പാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണങ്ങള്. ഭൂമിയെ ദൈവം രൂപപ്പെടുത്തിയെടുത്തതും മൃഗത്തെ സൃഷ്ടിച്ചതും പർവ്വജാതിയെ സൃഷ്ടിച്ചതും ഈ ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചതും ആദമിനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചതും ഒക്കെ മോശ ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പാ. അപ്പൊ പിന്നെ പുള്ളി അങ്ങനെ ഇതെല്ലാം അറിഞ്ഞേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആട്ടെ, ഇന്നെങ്കിലും ചിന്തിച്ചല്ലോ, വലിയ കാര്യം. ഇതൊക്കെ ചിന്തിക്കണ്ടേ? ചുമ്മാ ഇങ്ങനെ ആത്മാവിൽ അയച്ചു പോയാൽ മതിയോ? അവൾ മോശയെ ജനിക്കുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ. സ്തോത്രം. ഇങ്ങനെ
ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മോശ ഇത് എഴുതി. ആ വെളിപ്പെടുത്തിയതിനെ പറ്റി ഒരു പരാമർശമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 37 മുതലൊന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 37 മുതലൊന്ന് വായിച്ചേ. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക്. മോളും ഇടയ്ക്ക് വായിച്ചോണം കേട്ടോ. പിണങ്ങൊന്നും ചെയ്യരുത്, ഇടയ്ക്ക് വായിച്ചോണം. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. അടുത്ത വാക്യം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും. മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും. അടുത്ത പദമാണ് ശ്രദ്ധേയം. നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. അത് 10 കൽപ്പനയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. സ്തോത്രം. നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട്. ആ ജീവനുള്ള അരുളപ്പാട് എന്ന് പറഞ്ഞാൽ ഈ വചനം ജീവന്റെ വചനമാണ്. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ, വചനം ദൈവമാ. ഈ വചനത്തിന്റെ വിശേഷത, പ്രത്യേകത, ഇത് ജീവനുള്ള വചനമാണ്. അതുകൊണ്ടാ പറഞ്ഞ ജീവനുള്ള അരുളപ്പാട്. അത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 40 ദിവസമാണ് ദൈവത്തോടു കൂടെ മോശ പർവ്വതത്തിൽ ഇരുന്നത്. നിങ്ങൾ സാധാരണ പഠിക്കുമ്പോൾ മോശ 40 വട്ടം പല ആവർത്തിയിരുന്നു. ഒന്നും രണ്ടും അല്ല. എല്ലാവരും 2 വട്ടം ഇരുന്നെന്നാ പറയുന്നത്, 2 വട്ടം അല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മോശ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അത് എഴുതി ക്രമപ്പെടുത്തി പുസ്തകമായിട്ട് നമുക്ക് ലഭിച്ചു. അപ്പൊ പണ്ട് കാലത്തും എഴുത്തുണ്ടായിരുന്നു. നമ്മളോർക്ക് ഈ അടുത്ത കാലത്ത് ആ എഴുത്തല്ല വന്നത് അല്ല. വടി കൊണ്ടുവന്ന പറഞ്ഞ് പേരെഴുതിക്കോളാൻ പറഞ്ഞു. അന്നുകൊണ്ട് വടി കൊണ്ടുവന്നില്ലേ? അപ്പൊ പറഞ്ഞ് വടിയിലോട്ട് പേരെഴുതാൻ പറഞ്ഞു. അപ്പൊ എഴുതന്നുകൊണ്ട് അതെ. അപ്പോൾ ഇത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മോശ ഇത് എഴുതി. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, ഇത് മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പലതിന്റെ അവസാനം വെളിപ്പാട് പുസ്തകത്തിലാണ്. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ടായി വേദപുസ്തകം മുഴുവൻ എഴുതി തീർത്തത്. ഏതാണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ഈ സത്യവേദ പുസ്തകം. അതിൽ പഴയ നിയമത്തിലെ 39 പുസ്തകവും പുതിയ നിയമത്തിലെ 27 പുസ്തകവും. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ ഏതാണ്ട് 32 എഴുത്തുകാരെ കൊണ്ടാണ് ദൈവം എഴുതിപ്പിച്ചത്. പുതിയ നിയമത്തിലെ 20 അതോടെ പോവാ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 8 പേര് ചേർന്നാണ് എഴുതിയത്. 8 പേരെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. അതിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ഭാഗമൊക്കെ ഞാൻ സാധാരണ പറയും, നിങ്ങൾക്കും അറിയാം. അതെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ സമയം ഒത്തിരി അതിക്രമിച്ചു പോകും. അപ്പോൾ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഈ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചേ, തുടങ്ങുന്നത് ദൈവത്തെ പരാമർശിച്ചോണ്ട. വായിച്ചോ, ഒന്നിന്റെ ഒന്ന് വായിക്കും. അറിയോ? മതി. ആദിയിൽ ദൈവം, ദൈവത്തിലാ തുടങ്ങുന്നത്. ദൈവത്തിൽ തുടങ്ങണം. ആദിയിൽ ദൈവം. ഏത് ദൈവം? സത്യദൈവം. ഇപ്പോഴാണ് ഒത്തിരി പേര് ദൈവം കളിക്കുന്നുണ്ട്. തിരുവനന്തപുരം സൈഡിലും ഉണ്ട്, ദൈവം കളിക്കുന്നവരുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ ഇളക്കം കയറുന്നതാണ്.
അമ്മാമ്മ അങ്ങ് ദൈവം കളിക്കാൻ ഉടനെ അമ്മാമ്മ ഉടനെ ദൈവം കളിക്കുക. ചിലരൊക്കെ വരികയും ചെയ്യും, 10 രൂപ തരികയും ചെയ്യും. തള്ള അത് ലാക്കാക്കിയിരിക്കുക. ഈയിടെയും കണ്ട് ദൈവം കളിച്ച 2-3 തള്ളമാര്. ഇനി അതിലൊന്നും ഇറങ്ങിപ്പോരുത് കേട്ടോ, ഇതിലേ പോവും. അപ്പൊ ശ്രദ്ധിക്കുക, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ദൈവം കളിക്കുക. ആൾ ദൈവങ്ങളുടെ കാലമാണ്. കുറെ എണ്ണത്തിനെയൊക്കെ പോക്കി, ഇനിയും കുറെയൊക്കെ ഇരിപ്പുണ്ട്. ഈ അറിവും വിവരവും പരിജ്ഞാനവും ഒക്കെ വന്നിട്ടും ആൾക്കാർ പിന്നെ അവരുടെ പുറകെ പോവുക. കോട്ടയത്തുണ്ടായിരുന്നു ശാന്തമ്മ ദൈവം, താഴത്തങ്ങാടിക്ക് ഇപ്പുറം ഉണ്ടായിരുന്ന ദൈവം തങ്കയാ ദൈവമായതാ. ബാബു ദൈവം, അന്ന് ദൈവം കളിക്കുക. ഈ പറയപ്പെട്ടതൊന്നും ദൈവമല്ല. ചിന്നമ്മ ദൈവമല്ല, ബാബു ദൈവമല്ല, തങ്ക ദൈവമല്ല, ശാന്ത ദൈവമല്ല. ഇതൊന്നും ദൈവമല്ല. ദൈവത്തിൻ്റെതായ വിശേഷതയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ചുമ്മാ കണ്ട ഓക്കനെയെല്ലാം പിടിച്ച് ദൈവമാകാവോ? ദൈവം സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാണ്, സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തെയും നിർമ്മിച്ചവനാ, സർവത്തിന്റെ മേൽ അധികാരമുള്ളവനാ ദൈവം. സൈമൺ സാറിന്റെ വേദവിഹാരത്തിന്റെ പ്രഥമ ഭാഗം ഉണ്ട്. യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം. ശ്രുതി ഇടാമോ? ശ്രുതിയെ ഇടാവൂ. ശബ്ദം താഴ്ത്തി. സമയം പോകുന്നു, അത് പിടിച്ചു വരുമ്പോ നേരം പോകും. യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം മുൻപും. അതല്ല, വീരരൂപനായി വിമലാഭനായി നിന്ന മകാനീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരില്ലാതവൻ മോദതും സർവാഗമപ്പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോര പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാന്നതിനുപദേശിച്ച് നല്ലോ. യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശയൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. മുൻപകാലത്ത് കളകണ്ടം കളകൂചിതം പോലെ വ്യാഖ്യാനിക്കാൻ നേരമില്ല. അപ്പോൾ സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, നീതിയുള്ള ദൈവം, ഏകദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. അങ്ങനെ ദൈവത്തെ പറ്റി ആ 1-ാം വാക്യത്തിൽ വായിച്ചോ. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. 1-ാം വാക്യം വായിക്കുമോളെ. ആദിയിൽ ദൈവം, സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, ഏകദൈവം, ജീവനുള്ള ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, നിർമ്മിച്ച ദൈവം, ചമച്ച ദൈവം, പടച്ച ദൈവം. ദൈവത്തിന്റെ മഹത്വം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി
വഞ്ചനയില്ലാത്തവനായി കിഞ്ചനേരം കൊണ്ടാകില്ല. സകലങ്ങൾ സൃഷ്ടി ചെയ്തോൻ കിഞ്ചിൽ നേരം കൊണ്ടാകില്ല. സകലങ്ങൾ സൃഷ്ടി ചെയ്തോൻ ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്. ഓ ഏകസത്യ വേദമൊന്ന്, ഏകരക്ഷമാർഗമൊന്ന്. ഏകസത്യ വേദമൊന്ന്, ഏകരക്ഷമാർഗമൊന്ന്. ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ജനാജനങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെയും ഈ കാണുന്ന സകല ഭൂചര ഖേചര വസ്തുക്കളെയും സകലത്തെയും സൃഷ്ടിച്ച ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം. ആ ദൈവത്തെ പറ്റി ആ ഒന്നാം വാക്യത്തിൽ ആദിയിൽ ദൈവം. ആ ആദി എന്നുള്ളത് വളരെ പഠിക്കേണ്ട ഭാഗമാ. അതിലോട്ട് ഇപ്പൊ പോകുന്നില്ല. ആദി എന്തിന്റെ ആദിയാന്നുള്ളതാ. സ്തോത്രം. അതെ, മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് 1-ാം വാക്യം ദൈവത്തിൽ തുടങ്ങുക. പക്ഷേ അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. 50-26 വായിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വച്ചു. ഇനിയും ദൈവദാസൻ എന്ന് വായിച്ച് രണ്ടുപേരും വായിച്ചോ, കുഴപ്പമില്ല. യോസഫ് 110 മരിച്ചു. ഒന്നുകൂടെ വായിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. മരിക്കട്ടെ. അടുത്തത്. അവർ അവന് സുഗന്ധവർഗം ഇട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ശവപ്പെട്ടി, അത് എനിക്ക് കിട്ടണം. അവനെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിലാ തുടങ്ങിയത്. പക്ഷെ അവസാനിച്ചത് എവിടാ? ശവപ്പെട്ടിയില്ല. സകല എണ്ണത്തിന്റെ അവസാനം ശവപ്പെട്ടിയില്ല. ഇതിന്ന് രാത്രി എല്ലാവരും മനസ്സിലാക്കിക്കോണം. ദൈവത്തിൽ ആരംഭിച്ചു, പക്ഷേ വന്ന് അവസാനിച്ചത്. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും ഒരു ദിവസം ഈ പെട്ടിക്കകത്ത് കയറും. വളരെ അത്യാവശ്യമാണ് ശവപ്പെട്ടി. മരിച്ച ഉടനെ ഇപ്പം ഈ വാട്സപ്പിനകത്തോ അതിനൊക്കെ ഫോട്ടോ കിട്ടും. എന്നാലും വേണ്ടപ്പെട്ടവര് പറയും ശവപ്പെട്ടി അല്ലേ. ഉടനെ തന്നെ അളവെടുക്കുക, അടുത്തുള്ളടത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ശവപ്പെട്ടി വളരെ അത്യാവശ്യമായ ശവപ്പെട്ടി. പക്ഷേ അത്യാവശ്യമാണെങ്കിലും ആരും നേരത്തെ മേടിച്ച് വെക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന ആരും ശവപ്പെട്ടി മേടിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എല്ലാവർക്കും പേടിയാ. മേടിച്ചോ? മേടിക്കുന്നോ? ഇല്ല. അതൊക്കെ അവർ പരുവത്തിന് മേടിച്ചോ. ഒന്നും കുഴപ്പമൊന്നും വരികയല്ല. എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ശവപ്പെട്ടി വേണ്ടേ? വേണ്ടേ? എന്നെ നേരത്തെ മേടിച്ചു വെക്കാം. നമ്മൾ വേറെ എന്തെല്ലാം മേടിച്ചു വെക്കുന്നു. സഹോദരിമാരാന്നെ ഫ്രിഡ്ജ് മേടിച്ചു വെക്കുന്നു, മിക്സി മേടിച്ചു വെക്കുന്നു. അതെല്ലാം അത്യാവശ്യമല്ലേ? അത്യാവശ്യമാണ്. ഗ്രൈൻഡർ മേടിച്ചു വെക്കുന്നു. TV അത്യാവശ്യമാണ്. പക്ഷെ ടിവിയിലും എല്ലാം വളരെ അത്യാവശ്യമാണ്. ശവപ്പെട്ടി ആരും നേരത്തെ മേടിച്ചു വെക്കുന്നില്ല. നേരത്തെ മേടിക്കുകയായിരുന്നെ നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കുകയും ചെയ്യാം, ഇല്ലേ? ആ കടയിൽ ചെന്ന് പറയാം, ഈ പെട്ടി ഇത് വേണ്ട, എനിക്ക് രണ്ടാമത് മതി. നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാം. മരിച്ചു കഴിയുമ്പോൾ കൊച്ചുങ്ങളോ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും അല്ല മേടിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരാൾ പറഞ്ഞ ഉണ്ടാക്കുന്നവന് ഉപയോഗിക്കുന്നില്ല, മേടിക്കുന്നവനും ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നതിനോട്ട് അറിയുന്നുമില്ല. ശവപ്പെട്ടി
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ കൂടെ പോയി. വാസന്തിന ഇത് പാടുന്നെന്നായിരിക്കും എന്നുള്ള ചോദിച്ചത്. അതാ ഞാൻ കണ്ടവിടെ നിന്ന് ചോദിക്കുന്നത്, ഇത് പാടുന്ന അല്ലേ ചാവുമെന്നായി പറഞ്ഞത്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും. വളരെ അത്യാവശ്യമായ ശവപ്പെട്ടി ആരും മേടിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്, മരണത്തെ പേടിയ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം. കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും ആ കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം ഓർപ്പിക്കുന്നുണ്ടല്ലോ. ധനവാനും ലാസറും. ധനവാനെ ഭൂമിയിലായിരുന്നപ്പോൾ നന്നായിട്ട് സുഖിച്ചെന്നായിരുന്നേക്കുന്നത്, നന്നായിട്ട് സുഖിച്ചു. പക്ഷെ ഒരു ദിവസം മരിക്കും. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന നിങ്ങളും മരിക്കും, പ്രസംഗിക്കുന്ന ഞാനും മരിക്കും, ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന കരോള് സംഘമാണ് തോന്നുന്നു, അവരും മരിക്കും. എല്ലാവരും ഇത് കേട്ടേച്ച് പോകും, മരിക്കും. എല്ലാവരും മരിക്കും, മരണം പിടികൂടും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ പരിശുദ്ധ നാമമാണ്. എല്ലാവരും മരിക്കും. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും, കേൾക്കുന്ന നിങ്ങളും മരിക്കും. ദൈവത്തിന് മഹത്വം. ഒരിക്കലേവനും മരിക്കും നിർണയം ഓരുങ്ങെല്ലാവരും ശിശുവും മരിക്കുന്നില്ലയോ ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. എല്ലാവരും മരണമടിയായി കടന്നു പോകും. എന്നാൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ എന്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മരണത്തിന്റെ തണുത്തകരം വന്നതിനെ തപ്പുന്നതിനും തലോടുന്നതിനും മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു രക്ഷകനാണ്. അവിടെ മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ദൈവത്തിലാ തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. എല്ലാവരും ഈ വഴി പോണം. യേശു അതാ ആ സംഭവത്തെ ഓർപ്പിച്ചത്. ധനവാനും ലാസറും. ഞാൻ സാധാരണ മരണ വീടുകളിൽ പറയാറുണ്ട്, മരണം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. മരണം യാഥാർത്ഥ്യമാണ്. ധനവാൻ മരിച്ചു, അങ്ങനെ മരിച്ചെന്നാ. ലാസർ മരിച്ചു, അപ്പൊ യാഥാർത്ഥ്യമാണ്. പണ്ടൊരാളെ കന്നാലി തൊഴിച്ചു, അയാൾ ചത്തു. അപ്പൊ ഭാര്യയോട് ഇത് മരണവാർത്ത പറയാൻ കൂടെ നിന്നവന് ഒരു വൈമനസ്യം. പെട്ടെന്ന് എങ്ങനെയാ ഫിലിപ്പ് മരിച്ചെന്ന് പറയുന്നത്? അവർക്ക് വെപ്രാളം ഉണ്ടായാലേ. അവനെ വളരെ ശാന്തമായിട്ട് അവർക്ക് പ്രയാസം വരാത്ത രീതിയിൽ പറഞ്ഞെന്നാ പറഞ്ഞേ. അമ്മാമേ, ഫിലിപ്പച്ചായൻ ചെറുതായിട്ടൊന്ന് മരിച്ചോ എന്നൊരു സംശയം. ഫിലിപ്പ് മരിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് വെപ്രാളം ഉണ്ടാകുന്നതിന് അവൻ പറഞ്ഞു, ഫിലിപ്പ് ചെറുതായിട്ടൊന്ന് മരിച്ചോ എന്നൊരു. അങ്ങനെ ചെറുതായിട്ടൊന്നും മരിക്കുകയല്ല. ഇപ്പൊ പിന്നെ ചില ആശുപത്രിക്കാർക്ക് ബിസിനസ് ആയതുകൊണ്ട് മരിച്ചാലും പറയാൻ അനക്കം ഉണ്ടെന്ന്. ചിലര് ബിസിനസ് അല്ലേ, അതിന് ശുശ്രൂഷ ഒരു ശുശ്രൂഷയാ. പക്ഷെ ഇപ്പൊ അത് വളരെ ബിസിനസ്സായി. ഞങ്ങളുടെ ഇവിടെയൊക്കെ പരസ്യം ഭയങ്കര പരസ്യമാണ്. എല്ലാ ഹൃദയങ്ങളും പറയുന്നു ഇന്നടത്തോട്ട് പോകാന്ന്. മനസ്സിലായല്ലോ? ഹൃദയങ്ങളെല്ലാം ഒന്നിച്ച് പറയുന്നു നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം അവര് കീറാനായിട്ട് തന്നെ ഇരിക്കുക. കത്തിയായിട്ട് വാടാ കുഞ്ഞുഞ്ഞ്. ബിസിനസ്സായി പോയി. ചുമ്മാ നടന്നില്ലെന്നും പറയും 4 ബ്ലോക്ക് ഉണ്ടെന്ന്. അയ്യോ, അത് കേൾക്കപ്പോൾ തന്നെ 2 ആയി.
ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് ചെന്നടാ. ബിസിനസ്സാ ഇത്, ബിസിനസ്സാ ഭയങ്കര ബിസിനസ്. ഇതുപോലെ ആശുപത്രിയുടെയും രോഗങ്ങളുടെയൊക്കെ പരസ്യം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ ചെന്നേ അവർ ഇങ്ങോട്ട് വിളിച്ചേക്കാം, തിങ്കളാഴ്ച വരികയല്ലേ? തിങ്കളാഴ്ച വരികയല്ലേ? ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുക. നമ്മൾ പോകുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നു, അന്നേരം വിടുകയല്ല. ഇപ്പൊ എല്ലാം പാക്കേജ് അല്ലേ, പാക്കേജാ. മൊത്തം പരിശോധിക്കുക, ചെക്കപ്പ്. ഇതിനെയൊക്കെ ചെക്കപ്പ് ചെയ്താൽ എന്നതാ ഇല്ലാത്തത്? എന്ത് എല്ലാം കാണും, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഒരു 10 ലക്ഷത്തിൻ്റെ ഒക്കെ ഉണ്ട് രോഗം. ആ നോട്ടോ ഇരിപ്പും കുത്തിയിരിക്കുന്ന കാണുമ്പോൾ അറിയാം. അമ്മയ്ക്കൊക്കെ ഒരു 5 ലക്ഷത്തിൻ്റെ ഒക്കെ ഉണ്ട് രോഗം. പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇരുന്നോട്ട് പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യമാക്കും. ബിസിനസ്സാ, ബിസിനസ്. പിന്നെ ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. ചിലടത്ത് ചെല്ലുമ്പോൾ ചോദിക്കും പേരെന്നാ? പേര് തങ്കമ്മ. അവര് നമ്മളോർക്കുന്ന താല്പര്യത്തോടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പ്രായം? 74. മക്കളുണ്ടോ? 5 പേര്. എവിടാ? മൂത്തവൻ കാനഡ. അപ്പൊ അവര് പറഞ്ഞു ഈ തള്ളയെ വെച്ച് നമുക്ക് ആ ബിൽഡിങ് പണിയണം. മറ്റു മക്കൾ എവിടാ? ഒരുത്തൻ ലണ്ടനിൽ. അപ്പൊ പിന്നെ പണി നന്നായിട്ട്. തള്ള ഗവൺമെന്റ് പറയുക കാനഡയിലും ലണ്ടനിലും ഉണ്ടെന്ന്. അവരതനുസരിച്ച് എഴുതിയെടുക്കുക. അത് എങ്ങനെയാ വന്നേ? എൻ്റെ കാറേല്. അപ്പൊ പിടിപ്പുള്ള തള്ളയാ. ആര് ഓടിച്ചു? ഡ്രൈവറുണ്ട്. എടാ ബാബു ഇങ്ങോട്ട് വന്നേ. അപ്പൊ അവർക്ക് മനസ്സിലായി ഇച്ചിരി കനവുള്ള അമ്മ. തള്ള നിന്നെ വെച്ചായിരിക്കും അവർ ആ ബിൽഡിങ് മൊത്തം പണിയുന്നത്. ബിസിനസ് അല്ലേ? കൊണ്ടുചെന്നപ്പോഴേ ചിലർ മരിച്ചു. എന്നാലും അവർ അകത്തോട്ട് കയറി നമ്മളെ അതിലെ പറഞ്ഞ കാണിക്കത്തില്ല. കാണിക്കത്തില്ല. അങ്ങ് കയറ്റി. പിന്നെ എപ്പോഴാണ് കാണിക്കുന്നത്? 4 മണിക്ക് 4-നും 5-നും ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് എല്ലാവരെയും കാണിക്കുന്ന കൂട്ടത്തിൽ കാണിക്കും. അത് ആ വിടവി കൂടി ഇങ്ങനെ നോക്കിക്കോണം. ഈ വിടവി കൂടി നോക്കിയാൽ എന്നാ കാണാൻ? ഉടനെ നമ്മൾ ചോദിക്കും, ഡോക്ടറെ എങ്ങനുണ്ട്? ഇന്നലെ വലത്തെ കാലിന്റെ തള്ളവരിലൊന്ന് അനക്കിയെന്ന്. തള്ളയെത്തിട്ട് 2 ദിവസമായി. ആരനക്കാനാ? ഉടനെ നമുക്ക് ആടെ വിരലനക്കിയല്ലോ. 2 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഇപ്പോഴെങ്ങനുണ്ട്? ഇപ്പൊ ഇന്നലെ അനക്കിയില്ല, മിക്കവാറും നാളെ അനക്കാൻ സാധ്യത. ബിസിനസ്സായി. തള്ള മരിച്ചിട്ട് 3 ദിവസമായി. ഇത് ബിസിനസ് അല്ലേ? നമ്മളെ കാണിക്കാത്ത. പിന്നെ നമ്മൾ പറയും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയും നോക്കട്ടെ. അന്നേരം പറയും 2 മിനിറ്റ് മുമ്പ് ഇറക്കാൻ നേരത്ത് 5 ലക്ഷം രൂപയായി. അല്ലേ? ബിസിനസ്. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും എനിക്കത് ബിസിനസ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു, അങ്ങനെ തന്നെ എഴുതിയേക്കുന്ന മരിച്ചു. അപ്പൊ മരണം യാഥാർത്ഥ്യം. പിന്നെ ആൾക്കാരുടെ സ്ഥിതി നിലയനുസരിച്ചായി മരിച്ചതിനെ പറ്റി പറയുന്നത്. രാജാക്കന്മാരാണ് പറയാം നാട് നീങ്ങി. അങ്ങ് ഈ വടക്കൻ തിരുവിതാംകൂറിൽ പറയുന്നത് തീപ്പെട്ടു. സാമൂതിരി തീപ്പെട്ടു. അങ്ങനെ സഭയുടെ ചില മേലധ്യക്ഷന്മാരൊക്കെ പോകുമ്പം പറയുന്നത് കാലം ചെയ്തെന്ന. പണ്ടൊരാൾ പറഞ്ഞ് കാലനായി ഇതെല്ലാം ചെയ്തെന്ന്. ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം കാലനാ. അപ്പൊ ചിലർ പോകുമ്പോ കാലം ചെയ്തു. ചിലരെ പറ്റി പറയും ദിവംഗതനായി. സ്ഥിതിയും നിലവാരം ഒക്കെ അറിഞ്ഞ കൊടുക്കുന്നത്. ചിലരെ പറ്റി പറയുന്നത് നിര്യാതനായി. ജനപ്രതിനിധികളൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. അന്തരിച്ചു, നിര്യാതനായി. സാധാരണക്കാരാന്ന് പറയാം പാപ്പച്ചൻ ചത്തുപോയി, മരിച്ചുപോയി. അപ്പൊ ശ്രദ്ധിക്കുക, മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും മരിക്കും.
കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു അയറിച്ചെല്ലും. ചെറ്റപ്പൂരയാതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിൽ അധീനനാ. കാലന്റെ കോലമായി മൃത്യു വരും, എന്റെ കാലും കൈയും കെട്ടി കൊണ്ടുപോകും. കാലന്റെ കോലമായി മൃത്യു വരും, എന്റെ കാലും കൈയും കെട്ടി കൊണ്ടുപോകാൻ. കണ്ണും മീതിച്ചു ഞാൻ വായും പിളർന്നങ്ങ് മണ്ണോടു മണ്ണങ്ങു ചേർന്നിടുമേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം ഓർക്കിൽ, അയ്യോ എനിക്കൊന്നു വേണ്ട വാരിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം ഞാനും നിങ്ങളും മരണം വഴിയായി പോകും. മരണം പിടികൂടും. മരണം യാഥാർത്ഥ്യമാണ്. എന്റെ വിഷയമല്ലെങ്കിൽ ഒന്ന് സൂചന തന്നു പോകുക. 2, മരണം സാർവത്രികമാണ്. എല്ലായിടത്തും കൊണ്ട് മരണം. തിരുവനന്തപുരം ജില്ലയിലും മരണമുണ്ട്, കാസർഗോഡ് ജില്ലയിലും മരണമുണ്ട്, കേരളത്തിലും മരണമുണ്ട്, കാശ്മീരിലും മരണമുണ്ട്, പാകിസ്ഥാനിലും മരണമുണ്ട്, ആമൻ സ്തോത്രം, അമേരിക്കയിലും മരണമുണ്ട്. മനുഷ്യൻ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം മരണമുണ്ട്. മരണം സാർവത്രികമാണ്. മരണം യാഥാർത്ഥ്യമാണ്. മാത്രമല്ല മരണം മരിച്ചു കഴിഞ്ഞാൽ 2 അവസ്ഥയാണ്. 2 അവസ്ഥ. ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് പഠിക്കുന്നുണ്ട്. 2 അവസ്ഥ. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ധനവാന് വലിയ അടക്കമൊക്കെയായിരുന്നു, ഭയങ്കര അടക്കമാണ്. അടക്കം വലിയ കേമമാണ്. കാശുള്ളവൻ മരിക്കുമ്പോ അങ്ങനെ ആണല്ലോ, അടക്കത്തിന്റെ കാശിന്റെ അനുസരിച്ച് അടക്കത്തിന്റെ. പിന്നെ പള്ളിയിലെ കാശുള്ള ആളാ മരിക്കുന്നെങ്കിൽ അച്ഛനും മെത്രാനും ഒക്കുന്നെങ്കിൽ ബിഷോപ്പും എല്ലാവരും വരും. കാശില്ലാത്ത ആളാ മരിക്കുന്നെങ്കിൽ അച്ഛനും കൊച്ചച്ഛനും കപ്പിയാരുവേ കാണുകയുള്ളൂ. വലിയച്ഛനും കാണുകയല്ല, കൊച്ചച്ഛൻ. അല്ല, നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെ. സഭയിലെ പ്രധാനപ്പെട്ട ആളാ മരിക്കുന്നെങ്കിൽ സൂപ്രണ്ട് വരും, അല്ലെ ഓവർസിയർ വരും, പ്രസിഡന്റ് വരും. അവരായിരിക്കും എല്ലാം നിയന്ത്രിക്കുന്നത്. സെൻട്രൽ പാസ്റ്റർമാരുടെ അയ്യരുകളിയായിരിക്കും, ഇഷ്ടംപോലെ കാണും. പിന്നെ അനുശോചനത്തിന്റെ ആറാട്ടാണ്. സാധുവായി ഒരുത്തൻ മരിക്കുകയാണെങ്കിൽ ഒരുത്തരും വരികയല്ല. ലോക്കൽ പാസ്റ്ററോട് പറയും, ഉപയോഗിച്ചാൽ അങ്ങ് അടക്കുക, അതിനുള്ളതേ ഉള്ളെന്ന്. എല്ലായിടത്തും അതൊക്കെ തന്നെ. പണ്ട് സഭയിലെ കാശുള്ള അവറാച്ചന്റെ അമ്മ മരിച്ചു, മറിയാമ്മ. എല്ലാവരും വന്നു, അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം വന്നു. നിന്നങ്ങ് ചൊല്ലുക. പുറകെ അതിന് പുസ്തകം കൊടുക്കുക, ചൊല്ലി തീരുക, നിന്നങ്ങ് ചൊല്ലുക. ഓരോ ഗ്രൂപ്പ് വന്ന് അങ്ങ് ചൊല്ലുക. പാമ്പാക്കുടയുടെ വരെ ചൊല്ലി, പാമ്പാക്കുട മുഴുവൻ ചൊല്ലിട്ട് തീരുന്നുമില്ല. അതിനതിന് കപ്പിയാരിതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. സന്ധ്യയായി, ചൊല്ലി തീർന്നപ്പം അടക്കി. ചില നാൾ കഴിഞ്ഞപ്പോ കപ്പിയാരുടെ അമ്മ മരിച്ചു. ചൊല്ലാൻ അധികം ആളില്ല, അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു. ഒരു നാൾ പോലും ചൊല്ലിയില്ല, പെട്ടെന്ന് അങ്ങ് അടക്കി. രാത്രിയില് പള്ളിമേടെ വന്നപ്പം കഞ്ഞുകൂടി കഴിഞ്ഞ് അച്ഛൻ കട്ടിലേ കിടക്കുന്ന കപ്പിയാര് താഴെ കിടക്കുക. താഴെ കിടന്നുകൊണ്ട് കപ്പിയാര് ചോദിച്ചു, എന്നാലും എൻ്റെ അച്ഛോ ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്നാടാ കുഞ്ഞുഞ്ഞെ? എന്നാലും വലിയ വീട്ടിലെ അവറാച്ചന്റെ അമ്മ മറിയാമ്മ കൊച്ചമ്മ മരിച്ചപ്പം കണ്ടമാനം നിങ്ങളെല്ലാം ചൊല്ലി, മാമ്പാക്കുടയുടെ വരെ ചൊല്ലിയല്ലോ. ഞാനല്ലേ എല്ലായിടത്തും എടുത്ത പുസ്തകം തന്നെ. എന്നാൽ എൻ്റെ അമ്മ മരിച്ചപ്പം ഒരു നാൾ പോലും ചൊല്ലിയില്ല, പെട്ടെന്ന് അടക്കുകയും ചെയ്തല്ലോ. ഇങ്ങനെയൊന്നും ചെയ്യരുത്.
ഉടനെ അച്ഛൻ കട്ടിലേക്ക് കടന്ന് കൊടുക്കൈ കുത്തിക്കൊണ്ട് പറഞ്ഞടാ കുഞ്ഞുഞ്ഞേ, നിന്റെ അമ്മ എന്ത് നല്ലൊരു അമ്മയാ. ഇതുപോലെ സാധുവായൊരു സ്ത്രീ, അനുകമ്പയുള്ള സ്ത്രീ, നല്ല സ്ത്രീ, അതുകൊണ്ട് നല്ലൊരു അമ്മയാണ് നിന്റെ അമ്മ ഏലിക്കുട്ടി. ഒത്തിരി ഒന്നും ചൊല്ലണ്ടടാ, പെട്ടെന്ന് പൊക്കോളൂ. ആ, വലിയ വീട്ടിലെ അവറാച്ചന്റെ മറിയാമ്മ കൈയറത്ത ഉപ്പ് തേക്കാത്ത കാഞ്ഞ തള്ളയാടാ. ഞങ്ങൾ പാമ്പാക്കുടയുടെ വരെ ചൊല്ലിയിട്ട് തിരിച്ചു പോയപ്പോ എല്ലാരും പറഞ്ഞ് പോയിട്ടില്ലെന്നാ പറഞ്ഞു. മെത്രാൻ പറഞ്ഞു പോകാൻ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ധനവാൻ മരിച്ചു. ധനവാൻ മരിച്ചപ്പം ഭയങ്കര അടക്കം. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? വായിച്ച് എടുത്തു വെച്ചല്ലോ, വായിക്കേ. ധനവാനായ മനുഷ്യൻ അല്ല, ഈ കണ്ണിക മുതലങ്ങ് വായിച്ചു. അപ്പൊ എല്ലാരും കേൾക്കട്ടെ, ഇതിനകത്തുള്ള കാര്യമാണ്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഒക്കെ കഥയല്ല കേട്ടോ, അവൻ ധൂമ്രവസ്ത്രം, കഥയല്ല, ഉപമയല്ല, കെട്ടുകഥയല്ല, ഉണ്ടായിരുന്നെന്നാ. യേശു ആ പറഞ്ഞത്. യേശു നമ്മളെ പോലെ കള്ളമൊന്നും പറയുകയല്ല. നമ്മൾ അവസരം വരുമ്പോ കള്ളമല്ല കള്ളം പറയും. പിന്നെ സാക്ഷ്യത്തിനൊക്കെ ചെല്ലു കള്ളം പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരുത്തൻ പണ്ട് സാക്ഷി പറഞ്ഞു. ഒരാൾ സാക്ഷി പറഞ്ഞതാ, എൻ്റെ ശരീരത്തിൽ നിന്ന് 60 ലിറ്റർ പഴുപ്പെടുത്തുന്ന 60 ലിറ്റർ മൈക്ക് കിട്ടിയപ്പോൾ ഇളക്കം കയറിയതാ. അപ്പൊ ഒരാൾ ചോദിച്ചാൽ ടാങ്കർ ലോറിക്കകത്ത് കൊണ്ടുവരുന്നതാണോ എന്ന്. ചുമ്മാ വായി വരുന്ന വിളിച്ചു പോകും. 60 ലിറ്റർ. പിന്നെ യേശു കള്ളമൊന്നും പറയുകയല്ല. അവിടുത്തെ വാക്ക് ഊവൊന്നും ഇല്ലില്ലെന്നുമാ യേശു പറഞ്ഞത്. ഇത് ഉണ്ടായിരുന്നെന്നാ, കഥയല്ല, ഉപമയല്ല, നടന്ന സംഭവമാണ്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. വായിര്. അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച്, ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ, എല്ലാ ദിവസവും വളരെ ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുക. സുഖിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചോ. സുഖമായി വാഴാമെന്ന് നിനച്ചിടേണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. സുഖമായി വാഴാമെന്ന് നിനച്ചിടേണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. നേരമില്ല. അപ്പൊ സുഖിച്ചോണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ, ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി, വ്രണമൊക്കെ നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. വിശപ്പടക്കിയെന്നൊന്നുമില്ലല്ലോ, ആഗ്രഹിച്ചെന്നേ ഉള്ളൂ. ഇയാൾ കൊടുത്തൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഉണ്ടോ? ആഗ്രഹിച്ചു. സ്തോത്രം. നായ്ക്കൾ വന്ന് വ്രണവും നക്കുക. ആട്ടി കളയാനും ആട്ടി ഓടിക്കാൻ പോലും ഒരുത്തനില്ല. ആരും സഹായമില്ല, ഒരുത്തനുമില്ല. അങ്ങനെയാണല്ലോ അന്ന് ഇന്നുമൊക്കെ. സ്തോത്രം. അടുത്ത വാക്യമായിരുന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അയ്യോ, ദൂതൻ കൊണ്ടുപോയി. വ്രണം നിറഞ്ഞു കിടക്കുന്നവനാ. പടിവാതിക്ക വീടൊന്നുമില്ല, വീടില്ല, ചുറ്റുപാടില്ല, ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, വ്രണം നിറഞ്ഞ് ആരോരുമില്ലാതെ കിടക്കുക. പക്ഷേ അവൻ ദൈവത്തെ വിളിക്കുന്നവനാ, ദൈവഭക്തനാ. അപ്പൊ ഇടയ്ക്ക് പറയാൻ ദൈവഭക്തന്മാരാകുന്ന പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും കേട്ടോ. അല്ല, ദൈവത്തെ വിളിക്കുന്നവനെല്ലാം അംബാനിയെ പോലെ ആക്കുകയല്ല. ഇപ്പൊ അങ്ങനത്തെ ഉപദേശമാണ് പറയുന്നത്. നീ സൈക്കിളെ വന്നാൽ മതി, ജോർജ് കാറേ നിനക്ക് തിരിച്ച്. പിന്നെ അതിന് ടൊയോട്ടയുടെ കമ്പനിയിലാണോ യോഗം നടക്കുന്നത്? ദൈവത്തെ ഭജിക്കുന്നവനാ, പക്ഷെ വ്രണമാ, ദാരിദ്ര്യ ദുഃഖമുണ്ട്, വീട് ഒന്നുമില്ല, സഹായത്തിനും ആരുമില്ല, പടിവാതിക്കലിങ്ങനെ കിടക്കുക. മറ്റേ പുള്ളി നന്നായിട്ട് സുഖിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ദരിദ്രൻ മരിച്ചപ്പം ദൂതന്മാരവനെ, സ്തോത്രം. നമ്മളും പാട്ടൊക്കെ പാടുമല്ലോ, എന്നെ ഏതി ഏൽപ്പാനായി അമ്മേ പാടമേ, ജാഗത്തൊന്നുമില്ല. അഥവാ ചത്താലും ദൂതം വരുമല്ലോ. എന്നെ ഏതി ഏൽപ്പാനായി ദൈവദൂതൻ
വഴിയിലോട്ട് കൊണ്ടുപോവുക. ദൈവത്തിന്റെ മഹത്വം. അടുത്ത വാക്യം ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പുള്ളി മരിച്ചു. പാതാളത്തെ യാതന. ഞാൻ എങ്ങനെയാ പറഞ്ഞേ? ധനവാൻ മരിച്ചു, ഇങ്ങനെ പെട്ടു, അങ്ങനെ എഴുതിയേക്കുന്നത്. മരിച്ചടക്കപ്പെട്ടു. പെട്ടു. സുഖിച്ചപ്പോൾ ഒന്നും പുള്ളി ഓർത്തില്ല ഇങ്ങനെ പെടുവന്ന്. ആഡംബരത്തോടെ ഈ ഭൂമിയിൽ ജീവിതം നയിച്ച് നന്നായിട്ട് സുഖിച്ചവനാ. ബിസ്കിയും ബ്രാൻഡിയൊക്കെ അടിച്ച് സുഖിച്ച് ആഴാന്ന് ചോദിച്ചത്. അല്ലേ? നീ പെടും കേട്ടോ. ഇപ്പൊ നീ ആരുടെയാന്നൊക്കെ ചോദിച്ച് മുണ്ടുമൊക്കെ മടക്കി കുത്തി ആ പൊടിമീശി ഒന്ന് പിരിച്ച ഒരു കാലുമൊക്കെ മുന്നോട്ട് ആഴ സൂക്ഷം നീ പെടും. അങ്ങനെ പെട്ടെന്നാ. ഒന്നുകൂടെ വായിച്ചേ. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പെട്ടു. പെട്ടതുകൊണ്ടാണെന്നല്ലേ പുള്ളി പറഞ്ഞ തീജ്വാലയാണെന്ന്. പെട്ടു. ഇവിടെ യാതനയാണെന്ന്. പെട്ടതാ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന. അതാ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നീ പെട്ടുപോകരുത് കേട്ടോ. നീ പെട്ടുപോകുകയല്ല, നീ രക്ഷിക്കപ്പെട്ടോണം. ഇവൻ പെട്ടു. മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരന് വളരെ നന്നായിട്ട്, പക്ഷെ പെട്ടുപോകരുത്. രക്ഷിക്കപ്പെട്ടതല്ലയോ? എന്നാ പെടുകയല്ല. ഇതെടുക്കുന്ന മക്കൾ രക്ഷിക്കപ്പെട്ടതല്ലേ? നമ്മൾ പിന്നെ എനിക്കറിയാം ബൈബിൾ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ, എന്നാലും രക്ഷിക്കപ്പെട്ടത്. ഇവൻ പെട്ടു. പെട്ടെന്ന് പറയാൻ കാര്യം, ഒന്ന് തീജ്വാല, രണ്ട് യാതന. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? വായിച്ചേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അയ്യോ, വേദന അനുഭവിക്കുക അല്ല, നേരത്തെ ഒത്തിരി സുഖിച്ചതല്ലേ? നന്നായിട്ട് സുഖിച്ചപ്പോ നിന്റെ അടുക്ക സുവിശേഷം പറഞ്ഞതല്ലേ? യേശു രക്ഷിക്കും, യേശു നിന്നെ വിടിവിക്കും, നീ തീജ്വാലയ്ക്കകത്ത് പോകരുത്, നരകത്തിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ? അന്നേരം നീ ബ്രാൻഡി അടിക്കും ആഴാന്നൊക്കെ ചോദിച്ചതല്ലേ? ഇപ്പൊ പെട്ടു. സ്തോത്രം. ഈ ഏറിയായി കാണരുതെന്ന്. പിന്നെ സ്തോത്രം. ഇപ്പൊ പെട്ടു. വായിച്ചോ, സമയമില്ല, അതുകൊണ്ടാ. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന. യാതന. ഇവിടത്തെ ഒരു സുഖിച്ചതാ, ഇപ്പൊ നല്ല യാതനയാ. പിന്നെ അനുഭവിച്ചുകൊണ്ട് മേലോട്ട് നോക്കി. യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ഏതായാലും ഇപ്പോഴായാലും തോന്നിയല്ലോ മേലോട്ട് നോക്കാൻ. സുഖിച്ചപ്പോഴൊന്നും പുള്ളിക്ക് മേലോട്ട് നോക്കണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോ അവിടെ കിടന്നോണ്ട് പുള്ളി അവിടെ കിടന്നോണ്ട് മേളിലോട്ട് നോക്കിയാലെന്നാ, കീപ്പോട്ട് നോക്കിയാലെന്നാ? നോക്കേണ്ട സമയത്ത് നോക്കേണ്ടതുപോലെ നോക്കേണ്ട ഇടത്തിരുന്ന് നീ നോക്കിയില്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് അവസരം തരിക. മേളിലോട്ട് നോക്കാനും ദൈവത്തെ നോക്കുവാനും ദൈവത്തെ വിളിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ ഭജിപ്പാൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. ഈ അവസരം നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് സുപ്രധാന കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ വരുവീ. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയും മാറാത്ത എല്ലാ കീടവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ കീടവും ഓരോ കുരിശിൽ ചുമന്നു നിന്നെ. ഓ സൗഖ്യമതീത നാട്ടിൽ പിണരാ
ദിവസമാണ്. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അരപ്പവന്റെ പൊന്നു പോലും കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, അവിടുത്തെ മകളാക്കി മകനാക്കി പൈതലാക്കി എന്നെ തീർക്കണമെന്ന് ഇന്ന് രാത്രി കർത്താവിനോട് ആരപേക്ഷിക്കും അവരെ ഇന്ന് രാത്രി കർത്താവ് രക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. പുള്ളി അവിടെ യാതനാസനത്തിൽ എന്ന് പെട്ട് കഴിഞ്ഞപ്പോഴാണ് മേളിലോട്ട് നോക്കിയത്. വായിച്ചേ, മേളിലോട്ട് നോക്കി. ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. പടിവാതിക്കൽ വ്രണം നിറഞ്ഞ് നായ്ക്കൾ ഒക്കെ നാക്കി ദാരിദ്ര്യദുഃഖം അനുഭവിച്ച ലാസർ അബ്രഹാമിന്റെ മടിയിരിക്കുന്ന പുള്ളി ദൂരത്ത് നിന്ന് കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണം. ഇപ്പൊ പറയാ എന്നോട് കനിവുണ്ട. പുള്ളി ജീവിച്ചിരുന്നപ്പോ ആരോടും കനിവില്ലായിരുന്നല്ലോ. ജീവിച്ചിരുന്നപ്പോ ആരോടും, അങ്ങനെയുള്ള മനുഷ്യർ ഒത്തിരി ഉണ്ട്. ഒരു കുഞ്ഞുങ്ങളോട് കനിവില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു തേങ്ങ ഇട്ടപ്പോ ഒരു തെങ്ങ് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട്, അടുത്തുകാർക്ക് ഒരു തേങ്ങ പോലും കൊടുക്കാത്ത കനിവില്ലാത്തവന്മാരുണ്ട്. നിനക്ക് 10-15 തെങ്ങുണ്ട്, തേങ്ങായി ഉണ്ട്, അപ്പോഴേ താമസിക്കുന്നതിന് ഒരു തെങ്ങ് പോലും ഇല്ല, തേങ്ങ വിലക്ക് മേടിക്കുക. നീ അവന് 2 തേങ്ങ കൊടുക്കണ്ടേ? ഇടുമ്പം തെറിച്ചു വീണ തേങ്ങായും പറയാ ഇങ്ങോട്ട് തന്നേക്കാൻ. ഇട്ടപ്പോ ഒന്ന് തെറിച്ച് അപ്പുറത്തോട്ട് പോയി, എന്നാ അതെങ്കിലും അവന് കൊടുക്കേ. ഒരു കോഞ്ഞാട്ട വീണാ പോലും കൊടുക്കുകയല്ല. ഇപ്പൊ ഇവൻ കോഞ്ഞാട്ടയായി കിടക്കുക. അങ്ങനെയുള്ളവരുണ്ട്. പിച്ചക്കാര് വന്നാൽ പോലും 10 പൈസ കൊടുക്കാത്തവരുണ്ട്. പിച്ചക്കാര് ഭിക്ഷ ചോദിക്കുന്നതല്ലേ. പട്ടിയെ തുറന്നു വിടരുത്. തുറന്നു വിടുന്നതിൽ പേടി വെക്കുക. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ജീവന് പേടിയുള്ളവൻ അങ്ങോട്ട് ചെല്ലുമോ? പട്ടിയുണ്ട്. അങ്ങനൊക്കെ ആയിട്ട് വെച്ചത് ഒരു കനിവുമില്ല. കനിവില്ലാത്ത ആൾക്കാരുണ്ട്. മക്കളോട് കനിവില്ലല്ലോ, മാതാപിതാക്കളോട് കനിവില്ലല്ലോ, സ്വന്തം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത എത്ര എണ്ണമുണ്ട്. കണ്ടമാനം പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പനും അമ്മയും അനാഥശാലല്ല, എന്നും അങ്ങ് യോഗത്തിന് പോക്കാം, ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് തുള്ളുന്ന കാണാം. അപ്പനും അമ്മയ്ക്കും വെള്ളവും കൊടുക്കുകയില്ല. ഒരു കനിവില്ലല്ലോ. ചത്ത് കഴിയുമ്പോൾ ഉമ്മ വെക്കാൻ നിൽക്കും, എൻ്റെ അമ്മച്ചിയെ തരത്തില്ലെന്ന്. പിന്നെ നമ്മൾ പറയാം, എന്നാ നീ അങ്ങ് വെച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞ എടുത്തോണ്ട് പോകാൻ പറയും. സ്തോത്രം. കനിവില്ലെന്ന് മനുഷ്യന് കനിവൊന്നുമില്ല, ദയയില്ലല്ലോ. പിച്ചക്കാർക്ക് പോലും 10 രൂപ കൊടുക്കാത്ത ആളുണ്ട്. കൈയിറത്ത ഉപ്പ് തേക്കാത്തവരുണ്ട്. രാവിലെ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഉണ്ടെങ്കിൽ ഒരു കട്ടൻ കൊടുക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. 3/4 മണിക്കൂർ സംസാരിച്ചാലും ചൂടുവെള്ളം പോലും കൊടുക്കുകയില്ല. പിന്നെ എന്നാ ഉണ്ടെന്ന് ചോദിക്കുക. പിന്നെ എന്നാ ഉണ്ട്, വേറെ എന്നാ ഉണ്ട്. കനിവില്ല. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവർക്ക് സാഹചര്യം മോശമാണെങ്കിൽ ആ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് മറുഭാഷ പറയാവുള്ളൂ. അല്ല ഇങ്ങനെ കിടന്ന് ഇങ്ങനെ 66 കെ പിടിച്ച് കൊതിങ്ങനെ നിൽക്കരുത്. ഇതൊക്കെ ചെയ്യണം. കനിവുണ്ടായിരിക്കണം. സഹജീവികളോട് സഹാനുഭൂതിയും അനുകമ്പയും മനസ്സിലുമൊക്കെ ഉണ്ടായിരിക്കണം. ഈ പുള്ളി ജീവിച്ചിരുന്നപ്പോ യാതൊരു കനിവും ഇല്ലായിരുന്നു. ഇപ്പൊ പറയാ, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. അങ്ങനെ നീ ചെയ്താലല്ലേ നിനക്ക് കിട്ടുവോളൂ. വിറകാൻ എങ്ങനെയാ കൊയ്യുന്നേ? മറ്റുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണം നോക്കിയല്ല. സ്തോത്രം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, അവനെ ബഹുമാനിക്കണം. എല്ലാ മനുഷ്യർക്കും അവന്റെ ആ വ്യക്തിത്വമുണ്ട്, അതിനെ ഹനിക്കരുത്. മനസ്സിലായോ? ചിലപ്പം മുസ്ലിം ആയിരിക്കും, ഹൈന്ദവനായിരിക്കും, അക്രൈസ്തവനായിരിക്കും, അല്ലെ പല വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും, അല്ലെ നിരീശ്വരവാദി ആയിരിക്കും, ആരും ആകട്ടെ. പക്ഷെ അദ്ദേഹത്തിന് വ്യക്തിത്വമുണ്ട്. ദൈവത്തിന് മഹത്വം, അത് ഹനിക്കരുത്. പുസ്തകത്തിലെ വാക്യം അങ്ങനെ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്ന ദൈവത്തിന്റെ മഹത്വം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം ഒന്നും കൂടെ നോക്കണമെന്നാ വേദപുസ്തകത്തിൽ. മനസ്സിലായോ? വണ്ടിയെ കയറുമ്പോൾ പ്രായമുള്ളൊരു അപ്പച്ചനുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുക, ഒന്ന് എഴുന്നേറ്റ് കൊടുക്കണം, അപ്പച്ചന് ഇരിക്കാൻ പറയണം. ഇത് അപ്പച്ചനെ കണ്ടോണ്ട് വെളിയിലോട്ട് തലയിട്ടുകൊണ്ടിരിക്കുക, നാട് കണ്ടോണ്ട് തിരുവനന്തപുരം വരെ. അവിടെ ഇങ്ങനെ നിന്നാലേ അപ്പച്ചനെ കാണുകയുള്ളൂ. അപ്പച്ചനെ കാണുമ്പോൾ ചിലപ്പോൾ അപ്പച്ചൻ പറയും കുഞ്ഞെ ഒന്ന്, അപ്പൊ പിന്നെ എഴുന്നേക്കാൻ തോന്നും. അപ്പം വെളിയിലോട്ട് തലയിട്ടാക്കാൻ ഒത്തിരി പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ.
തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ പെടലി വേദനയും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മറ്റുള്ളവരോട് കനിവും ദയയും ആർദ്രതയും അനുകമ്പയൊക്കെ തോന്നണം, എന്നുവെച്ച് പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് പൊക്കോളാം, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇയാളിത് പറയാനാണ് ഇങ്ങോട്ട് വന്നെന്ന്. എന്നെ കൊണ്ട് ഇതൊക്കെ ഒക്കുള്ളൂ, അല്ല നിങ്ങളെല്ലാം ഇങ്ങനെ ഒല്ലൂ എനിക്കൊക്കത്തില്ല. ഇപ്പൊ കിടന്ന് പ്രാർത്ഥിക്കുക, അബ്രഹാം പിതാവേ എന്നോട് കനിവ് തോന്നണം. അടുത്ത വാക്യം വായിരും. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ ഇപ്പോൾ ആ ലാസർ ഉണ്ടെന്നും ലാസറെ കൊണ്ട് ഉപകാരം ഉണ്ടെന്നും പരിപാടിയൊക്കെ കിടന്നപ്പോ ഇങ്ങനെ ഒരുത്തൻ കിടക്കമുണ്ടെന്നോ അവനെ കൊണ്ട് വല്ല ഗുണം വരുമെന്നോ ഒന്നും ചിന്തിച്ചേ ഇല്ല. ഇപ്പൊ യാതനാ സ്ഥലത്ത് കിടന്ന് പുള്ളി അവിടെ കിടന്നുകൊണ്ട് മേളോട്ട് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിവിൽ ലാസർ ഇരിക്കുന്ന ഉടനെ പറയാ, പിതാവേ ഇങ്ങോട്ടൊന്ന് വിടാവോന്ന്. പിതാവേ നീ ഇപ്പൊ ഇവിടെ കിടന്നുകൊണ്ട് പിതാവേ എന്ന് വിളിച്ചാൽ ഏത് പിതാവ് നിന്നെ രക്ഷിക്കാനാ? പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏത് പിതാവ് വരാനാടാ? പിതാവേ പിതാവ് പറഞ്ഞു, മോനെ നീ ഉമ്മ കിടന്ന് നിലവിളിക്കുക, അങ്ങോട്ട് എനിക്കും വരാനൊക്കത്തില്ല. ഇത് ഷട്ടിലടിക്കുന്ന പരിപാടിയല്ല. രാവിലെ പിതാവ് ഇങ്ങോട്ട് വന്ന് വൈകുന്നേരം നിന്നെ അങ്ങോട്ട്, അങ്ങനത്തെ കേസല്ല ഇത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ല. അവ പറയാ, അബ്രഹാം പിതാവേ വായിച്ചേ, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ നീ മേളിലോട്ട് നോക്കണം, ദൈവത്തെ നോക്കണം. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ ഭജിക്കണം. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ പാടിയോ ചൊല്ലിയോ ചൊല്ലുത്തിയോ ഞങ്ങൾ ഉപദേശമാര് പ്രസംഗിച്ചോ അല്ലെങ്കിൽ അച്ഛന്മാര് പ്രസംഗിച്ചോ അവൻ നീട്ടി പാടിയോ പാട്ടുകാർ ഇറക്കി ആർക്കും ആരും എങ്ങും വിടാനൊക്കത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനാ ദൈവം നിനക്ക് അവസരം തരുന്നത്. ദൈവത്തിന് മഹത്വം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു ഉമ്മ കൊടുത്താൽ മനസ്സിലാകും മക്കൾ തന്നതാണ്. തന്തയും തള്ളയും ജീവിച്ചിരിക്കുമ്പോൾ മിണ്ടുകയില്ല, മൃഗലിക്കയില്ല, ചത്ത് കഴിയുമ്പോൾ നിന്നങ്ങ് ഉമ്മ വെക്കുക. അങ്ങനെ ഉമ്മ വെച്ച് ഉമ്മച്ചനായി. എന്തിനാ അങ്ങനെ ഉമ്മ വെക്കുന്നത്? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാടി അരി കൊടുത്താൽ അവർ കഞ്ഞി വെച്ച് കുടിക്കും, മുള കൊടുത്തതാന്നേലും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കഞ്ഞിക്ക് അരിയും കൊടുക്കുകയില്ല, ഗുണവും വരുത്തുകയില്ല. ചത്ത് കഴിയുമ്പം അപ്പൻ്റെ അമ്മയുടെ നെഞ്ചത്ത് അതെല്ലാം എടുത്ത് വാരി എറിയുക. എന്നാ ജീവിച്ചിരിക്കുമ്പോ ഇച്ചിരി വെള്ളം കൊടുക്കേ. ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചത്ത് കഴിഞ്ഞ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ അബ്രഹാം പിതാവേ ലാസറിനെ ഇങ്ങോട്ട് വിടണം. അതിനാ അവനെ വിരലിന്റെ അറ്റം മുക്കി എന്റെ നാവ്. പിന്നെ അവിടെ വെള്ളമായിട്ടിരിക്കുവൊന്നും അല്ല. ഇനി അഥവാ വെള്ളത്തിൽ വിരലൊന്ന് മുക്കി ആ വിരലിന്റെ അറ്റം ഇവിടെ കൊണ്ടുവന്നാൽ ഇത് കാണുമോ? ഇവിടെ ഒന്നാമത് തീജ്വാലയാ. ഈ വിഡിത്തമൊക്കെ പറയാതിരിക്കണ്ടേ. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു, മോനെ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒന്നും അവിടെ പിളർപ്പ് ഉണ്ടെന്നല്ല, പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന വായിച്ചേ. അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. നന്നായിട്ട് വായിച്ചേ. അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. എവിടെ പോവാ? ഒന്നുകൂടെ വായിച്ചേ. അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഉണ്ടാക്കിയിരിക്കുന്ന പിളർപ്പ് ഉണ്ടെന്നല്ല, പിളർപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം വരും. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അങ്ങോട്ടും വരാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവത്തില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അവിടെ പുള്ളി പ്ലേറ്റ് തിരിച്ചു. അടുത്ത വാക്യം. അതിനവൻ, എന്നാൽ പിതാവേ. പിന്നെ പിതാവേ പിതാവേ എന്ന് വിളിക്കാം. പിതാവും കിടന്നു കുഴയുക. എന്നാ പിതാവേ അവനെ എന്റെ അപ്പന്റെ വീട്ടിലായി, എന്നാ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിടണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിടണം. അവിടെ 5 പേരുണ്ട് എന്റെ ബ്രദേഴ്സ്. പാപ്പച്ചനും തോമാച്ചനും കറിയാച്ചനും ജാക്കോച്ചനും 5 എണ്ണം ഉണ്ട്.
വായിച്ചു. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. ലാസർ എന്നൊന്ന് സാക്ഷ്യം പറയട്ടെ. വീട് വരുന്ന ഉടനെ സാക്ഷ്യം. അന്നേരം പറഞ്ഞ എന്നാ? അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഓ ലാസർ എന്നാലൊന്ന് കേൾക്കുകയല്ലടാ. അവിടെ മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ വചനമുണ്ടെന്ന്. പ്രവചനം, ഈ ദൈവവചനം മോശെ ന്യായപ്രമാണമാ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ വന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ഈ വചനം കേട്ട് വേണം രക്ഷിക്കപ്പെടാൻ, വചനം കേട്ട് വേണം നീ വിശ്വസിക്കാൻ. അതിനായി ദൈവവചനം ഇവിടെ പറയുന്നത്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അടുത്ത വാക്യം, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. അവരുടെ വാക്ക് വചനം കേൾക്കട്ടെ, വചനം കേൾക്കട്ടെ. അടുത്ത വാക്യം, അവൻ അല്ലല്ല അല്ലല്ല പിതാവേ, അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഒറ്റ വാക്ക് പറഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവർ മാനസാന്തരപ്പെടും. എൻ്റെ 5 ബ്രദേഴ്സ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്നാ? ഞാൻ ഈ യാതനാ സ്ഥലത്ത് തീജ്വാലയിൽ വരാൻ കാര്യം മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ്. അവന് പിടികിട്ടി. മരിച്ചവൻ ഒരുത്തൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അപ്പൊ അവർ ഇങ്ങോട്ട് വരികയല്ല. ഞാനിവിടെ വരാൻ കാര്യം മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ്. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് യാതനാ സ്ഥലത്ത് പോകേണ്ടി വരത്തില്ല. നീ കർത്താവിന്റെ സന്നിധിയിലെത്തും, ആശ്വാസം പ്രാപിക്കും. ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, വേഗത്തിൽ നിർത്താം. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തിലാണ്. ഉൽപ്പത്തി 50-ാം അധ്യായത്തിന്റെ 26 അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. എല്ലാവരുടെ അവസാനം ഇങ്ങനെ. 1-2 കാര്യം പറഞ്ഞ് വേഗത്തിൽ അങ്ങ് നിർത്താം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സൃഷ്ടിവൃത്തമാണല്ലോ. ആ 1-ാം അധ്യായവും 2-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചാൽ എല്ലാത്തെയും ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ സൃഷ്ടിവൃത്തമെല്ലാം പഠിക്കുമ്പോൾ 3 പ്രാവശ്യമാണ് ദൈവം അനുഗ്രഹിച്ചത്. 3 പ്രാവശ്യമേ അനുഗ്രഹിച്ചുള്ളൂ. അത് ഒന്ന് അനുഗ്രഹിച്ചത് പറവജാതിയെ ദൈവം അനുഗ്രഹിച്ചു. 22-ാം വാക്യമല്ലേ? പറവജാതിയെ അനുഗ്രഹിച്ചെന്ന 22 അല്ലേ? വായിച്ചേ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അപ്പൊ പറവജാതിയെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചു. അത് പ്രത്യേക വിഷയമാണ്. എന്നാൽ അതിനു മുമ്പ് സൃഷ്ടിച്ചതെല്ലാം ദൈവം നല്ലതെന്ന് കണ്ടെന്ന സ്തോത്രം, നല്ലതെന്ന് കണ്ടു. ദൈവത്തിന്റെ മഹത്വം. പക്ഷെ അനുഗ്രഹിച്ചെന്ന് ആദ്യം കൊടുത്തിരിക്കുന്നത് 22-ാം വാക്യത്തിൽ പറവജാതിയെ ദൈവം അവയെ അനുഗ്രഹിച്ചു. പിന്നെ അനുഗ്രഹിച്ചത് 28-ാം വാക്യം വായിച്ചു. 27 വായിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇത് 2-ാമത് അനുഗ്രഹത്തിന്റെ കാര്യം പറയുക. ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചവരെ അനുഗ്രഹിച്ചു. അപ്പൊ ആദ്യം പറവജാതിയെ അനുഗ്രഹിച്ചു, പിന്നെ അനുഗ്രഹിച്ചത് മനുഷ്യവർഗത്തെ, ആദമിനെയും ഹവ്വായെയും. പിന്നെ അനുഗ്രഹിച്ചത് 2-ാം അധ്യായത്തിന്റെ 2 വായിച്ചേ. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. 7-ാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. വേറെ ഉൽപ്പത്തി പുസ്തകത്തിൽ അനുഗ്രഹിച്ചതായിട്ട് പറയുന്നില്ല. ഒന്ന്, പറവജാതിയെ ദൈവം അനുഗ്രഹിച്ചു. 2, ദൈവം തന്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിന് സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. പിന്നെ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ പറവജാതിയെ ദൈവം അനുഗ്രഹിച്ചു, മനുഷ്യനെ അനുഗ്രഹിച്ചു, 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. ഈ 3 അനുഗ്രഹം.
ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, സമയത്തെയും കൊണ്ട് ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വെറുതെ സൃഷ്ടിച്ചതല്ലെന്ന യെശയ്യാ പ്രവചനവും യെരമ്യാവും പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുന്നത് പാർപ്പിനാണ്. എന്നാൽ ആദമിനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലൊക്കെ ആക്കി കഴിയുമ്പോൾ ദൈവം ഇവരോട് പറയുന്ന ഒരു പദമുണ്ട്, ഇവർക്ക് കൊടുത്തൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ 26 മുതൽ വായിച്ചു, 26 മുതൽ 1:26 മുതൽ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിന്മേലും ഭൂമിയിൽ എഴുകുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി 28-ാമത്തിന്റെ ഒടുവിലത്തെ ഭാഗം കൂടെ വായിച്ചു. 28-ന്റെ ഒടുവില് സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ. അവിടെ 2 പ്രാവശ്യം വാഴട്ടെ വാഴുവിൻ എന്ന് ദൈവം കൽപ്പിച്ചു. അതെന്താ ഇങ്ങനെ വാഴട്ടെ വാഴുവിൻ എന്ന് ദൈവം സകലത്തിൽ നമ്മൾ സാധാരണ പറയുന്നതും പഠിപ്പിക്കുന്നതും ഇതിനെ അടക്കി ഭരിക്കണം, അടക്കണം എന്നൊരു പദം ഉണ്ടല്ലോ, വായിച്ചേ. ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. വാഴുവീൻ, അടക്കുവീൻ 2 പദമാണ് വന്നേക്കുന്നത്. വാഴണം, അടക്കണം. അതെന്തും അങ്ങനെ പറയാൻ കാര്യം? 1 വാഴണം, 2 അടക്കണം. സാധാരണ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും മൃഗത്തെ എല്ലാം അടക്കണം, ഇതിൻ്റെ മേലെല്ലാം വാഴണം. മൃഗത്തെ അടക്കുന്ന കാര്യമൊന്നും അല്ല. കാരണം അന്നേരം മൃഗത്തെ അടക്കണ്ട, മൃഗം ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്നെ അടക്കാനാ? സകല മൃഗത്തെ ആദാമിന്റെ മുന്നിൽ കൂടെ അല്ലയോ വരുത്തിയത്? ആദാം ഇട്ടത് അവയ്ക്ക്, പിന്നെ എന്നെ അടക്കാനാ? അടങ്ങിയിരിക്കുകയാണല്ലോ. അല്ല, പാപം ചെയ്ത് കഴിഞ്ഞല്ലോ ഇത് കൂത്തും പാച്ചിലും ഒക്കെ തുടങ്ങിയത്. അതിനു മുന്നേ എല്ലാം അടങ്ങുകയായിരുന്നു. പിന്നെ അടക്കണമെന്ന് എന്തിനാ പറഞ്ഞേ? മൃഗത്തെ അടക്കണമെന്നോ വന്യമൃഗങ്ങളെ അടക്കണമെന്നല്ല. അടങ്ങാത്ത ഒതുങ്ങാത്ത എന്തോ ഒരു ശക്തിയുണ്ട്, നീ അതിനെ അടക്കണമെന്നാ പറഞ്ഞേ. കാരണം ഇത് വെറുതെ അല്ലോ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ശക്തികളുണ്ട്, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അതിനെ അടക്കണം, അടക്കയില്ല. അതിനെ അടക്കാഞ്ഞത് കൊണ്ടാ അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. 3-ാം അധ്യായം പഠിക്കുമ്പോൾ പാമ്പ് വന്നത്. പാമ്പ് 3-1 മുതൽ വായിച്ചോ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ ഞാൻ പെട്ടെന്ന് നിർത്താം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. അത് ഈ ഭാഗം എല്ലാവരും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല. പാമ്പ് വന്നെന്നുള്ളതാ. ഈ സ്ത്രീയുടെ അടുക്കൽ പാമ്പ് വന്നു. അവിടെ പാമ്പെന്നാ കൊടുത്തേക്കുന്ന. പാമ്പ് ആരാ? ഈ പാമ്പ് ഏതാ? സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2 വായിച്ചേ. ആരാന്ന് തെളിയുന്നുണ്ട് പാമ്പ് ഏതാന്ന്. വെളിപ്പാട് 20-ന്റെ 2 വായിച്ചു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ അടിച്ച്. പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്. അപ്പൊ ഈ പാമ്പ് ഏതാന്ന് ചോദിച്ചാൽ പിശാചാ. അപ്പൊ പാമ്പിന്റെ രൂപത്തിൽ വേഷത്തിൽ ഇവൻ ഈ സ്ത്രീയുടെ അടുക്കൽ വന്ന് പിശാചാ വന്നേ. എല്ലാ വാക്യങ്ങളും ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം 1-ാം അധ്യായത്തിൽ അടക്കണം, വാഴണമെന്ന് ദൈവം ഉദ്ദേശിച്ചത് അവൻ ആനയും പുലിയും കടുവായെ അടക്കണമെന്നല്ല, പിശാചിനെ അടക്കണം, സാത്താനെ അടക്കണം. ദൈവത്തിന് മഹത്വം. അത് അടക്കിയില്ല.
സാധാരണ അടക്കണം. കാരണം ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം എടുപ്പിക്കുന്നില്ല. കർത്താവ് ശുശ്രൂഷ ചെയ്ത സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഇവര് ശുശ്രൂഷയ്ക്കൊക്കെ പോയി തിരിച്ചു വന്നപ്പോ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. അപ്പൊ പറയാ, അയ്യോ ഭൂതം വിട്ടുപോയി, രോഗി സൗഖ്യമായി, ഭയങ്കര ഡെലിവറൻസ്. ചട്ടി വന്ന തങ്ക ഓടിപ്പോകുന്ന കണ്ടു. ഇപ്പോൾ ബ്രദറിന് എന്തോ സംഭവിച്ചു. സ്തോത്രം. എനിക്ക് നടുവിന് നടന്നാട്ടെ. ഉടനെ തിരിച്ചിങ്ങോട്ട് നടന്നു. ഉടനെ പറഞ്ഞു, ബ്രദറെ ഈ ബ്രദർ ആ ബ്രദറിനെ കൊണ്ടുവന്നു. അപ്പൊ ഈ ബ്രദർ ആ ബ്രദറുമായിട്ട് നടന്നു. ബ്രദർ എന്നതാടാ ചുമ്മാ കിടന്നു. അവളവിടെ വിടുതലൊക്കെ നടന്നപ്പോൾ കർത്താവ് പറഞ്ഞ, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത്, എന്നിട്ട് അടുത്ത് ചേർത്ത് പറയുക, പാമ്പുകളെയും തേളുകളെ. കണ്ടോ, സാത്താന്റെ കാര്യം പറഞ്ഞ ഉടനെ കൊടുത്ത പദം പാമ്പെന്നാ. പാമ്പ്. ഇപ്പൊ മനസ്സിലായോ പാമ്പ് ഏതാണ്? പിശാച. ഇവനെ അടക്കണമെന്ന 1-ാം അധ്യായത്തിൽ ദൈവം കൽപ്പന കൊടുത്തത്. അടക്കിയില്ല. ഞാൻ അധികം ദീർഘമാക്കുന്നില്ല. ഞാൻ പുസ്തകം അങ്ങ് അടക്കിയ സമയമായതുകൊണ്ടാണ്. സമയമായില്ലേ? ദൈവത്തിന് ഗുണവാങ്ങാനാന്ന് ഇതൊക്കെ മതി. സാധാരണ അടക്കണം, അടക്കിയില്ല. ഇവൻ വന്ന് അവന്റെ ആ തന്ത്രമൊക്കെ, ഈ സാത്താന്റെ പ്രവണത ആദ്യം വന്ന് സംശയമിട്ടു. അതാണല്ലോ സംശയമായിട്ടത്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ സംശയമായി. വാസ്തവമായി അങ്ങനെ ചോദിച്ചത്. വാസ്തവമായി ആ പ്രയോഗം കേട്ടപ്പം ഒരു ചെറിയ സംശയമുണ്ട്. സാത്താൻ കൊണ്ടുവരുന്ന ആദ്യത്തെ തന്ത്രം സംശയമാണ്. സംശയം കൊണ്ടുവരും. ദൈവമക്കൾ സംശയിക്കരുത്, വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ അടുക്ക വരുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന വിശ്വസിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവമക്കൾ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. സംശയം കൊണ്ടുവരുന്നത് പിശാച. ഇവൻ സംശയം ഇട്ടുകൊടുത്തു. ഞാൻ വിവരിക്കുന്നില്ല, ദീർഘമാക്കുന്നില്ല. ഒടുവിൽ പാപം ചെയ്തു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. എങ്കിലും നിങ്ങൾ ആ 3-ാം അധ്യായം പഠിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അവിടെ ദർശിക്കുന്നുണ്ട്. ഈ അതിലൂടെ പറഞ്ഞ നിർത്തും. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. ഇവര് നഗ്നരെന്നറിഞ്ഞു. അത്തിയല കൂട്ടി തുന്നി അരയാടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ഈ പാപം ചെയ്യുന്നതിന് മുമ്പ്, വിലക്കപ്പെട്ട കനി ഭുജിക്കുന്നതിന് മുമ്പ് ഇവരുടെ ചിന്തയും വിചാരവും ആഗ്രഹവും എല്ലാം ദൈവത്തിലായിരുന്നു. ദൈവിക ചിന്തയാണ്. ഈ ദൈവിക ചിന്തയും ദൈവത്തിലായതുകൊണ്ട് ഇവര് അവരിലേക്കൊന്നും നോക്കിയില്ല. എന്നാൽ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായുള്ള കൂട്ടായ്മ നിന്നു, അവരിലേക്ക് നോക്കി. അതുകൊണ്ടാണ് നഗ്നരെന്നറിഞ്ഞ്. ദൈവത്തിലുള്ള ആശയമെല്ലാം പോയി, ആശയം പോയി. നഗ്നരെന്നറിഞ്ഞു, അത്തിയല കൂട്ടി തിന്നി, അരയാട ഉണ്ടാക്കി. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ സ്നേഹം ആ അധ്യായത്തിൽ കാണുന്നുണ്ട്. പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു, നഗ്നനെന്നറിഞ്ഞു, ഒളിച്ചു. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം അവിടെ ദർശിക്കുക. അവൻ പാപം ചെയ്തു. ഏതായാലും ഞാൻ പറഞ്ഞ ദൈവന്മാര് തെറ്റിച്ചു. ആദം ഹവ്വയും അനുസരണക്കേട് കാണിച്ചു. എതിലേലും പോട്ടെ, ഇനി അവരുമായിട്ട് യാതൊരു കൂട്ടായ്മ ഇല്ലെന്നുള്ളതല്ല. ദൈവം വന്ന് വിളിക്കുക, ആദമേ നീ എവിടെ? പാപം ചെയ്ത് അവൻ ദൈവതേജസ് നഷ്ടപ്പെടുത്തി, എല്ലാം തകർത്തെങ്കിലും ദൈവത്തിന്റെ സ്നേഹം ദൈവം ചോദിക്കുക, ആദമേ നീ ഇവിടെ എവിടെയാ? ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്നെ വിളിക്കുക. കുടുംബക്കാരൻ നിന്നെ ഉപേക്ഷിച്ചെന്ന് വരാം, ചാർച്ചക്കാര് വേണ്ടാന്ന് പറഞ്ഞു കാണാം, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചെന്ന് വരാം. പക്ഷേ ഇന്ന് രാത്രിയും നിന്നെ വിളിക്കുന്ന, സ്നേഹിക്കുന്ന, നിന്നെ അവൻ സ്തോത്രം ചേർത്തണയ്ക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രിയും നിന്നെ വിളിക്കുക. ആ കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്. ദൈവം നിന്നെ രക്ഷിക്കും. അതിപ്പം വേണ്ട. ചില ഉപദേശിമാർക്ക് ഇതെല്ലാം വേണം ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് വേണ്ട. പ്രാർത്ഥിക്കുമ്പോഴും ഇട്ട് കൊടുക്കണം. എനിക്ക് വേണ്ട. ചിലക്ക് അത് ഇട്ടെങ്കിലും ഒരു പൊടി സുഖം.
വേണ്ട വേണ്ട, എന്നെ ഗുമ്മോ, എന്നാ ഗുമ്മ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ ദർശിക്കുന്നത്. കൽപ്പനാലംഘനം നടത്തി, വിലക്കപ്പെട്ട കനി ഭുജിച്ചു, പാപം ചെയ്തു, നഗ്നനം നിറഞ്ഞു, ഓടി ഒളിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ സ്നേഹമാ. ദൈവം വിളിക്കുക, ആലേ നീ എവിടെ? ഇന്ന് രാത്രിയും ദൈവം നിന്നെ വിളിക്കുക. നിന്റെ സ്നേഹിതരോ ചാർച്ചക്കാരോ വേണ്ടപ്പെട്ടവരോ സഹപാഠികളോ കുടുംബക്കാരോ പ്രിയപ്പെട്ടവരാരും നിന്നെ വിളിക്കുന്നില്ലെങ്കിലും, നിന്നെ അന്വേഷിക്കുന്നെങ്കിലും, ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്ന, സ്നേഹിക്കുന്ന, അന്വേഷിക്കുന്ന ഒരുവനുണ്ട്. കരുണാമയനായ നസ്രയനാകുന്ന യേശുക്രിസ്തു. ആ കർത്താവിന്റെ ഭാരപീഠത്തിൽ ഇന്ന് രാത്രി നീ സമർപ്പിക്ക്. യേശു നിന്നെ രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാ. അവിടുത്തെ സ്നേഹമാ. ഒന്ന് വിളിച്ചു. രണ്ട്, അവരുടെ നഗ്നത നാണിടം മറയ്ക്കാൻ വേണ്ടി ഒരു ഉടുപ്പ്, സ്തോത്രം, മൃഗത്തെ അറത്ത് തോലുകൊണ്ട് വസ്ത്രം കൊടുത്തു. അതാ ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവം, ഞാൻ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി പറയുകയാ, നിന്നോട് പറയുകയാ, ഭയപ്പെടേണ്ട. അബ്രഹാമിനോട് ദൈവം പറയാ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമകത്തായ പ്രതിഫലമാണ്. ശത്രുക്കൾ നമുക്കെതിരെ വാട പോരുമ്പോൾ, നിന്നെ നശിപ്പിക്കുവാൻ വരുമ്പോൾ, ഇന്ന് രാത്രി ദൈവം എന്നോടും നിങ്ങളോടും പറയാ, ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ പരിചയമാണ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന, വിടിവിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കും. യേശു നിന്നെ രക്ഷിക്കും. മരണത്തിന്റെ തണുത്ത കരം എന്ന് തലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി അനുസരണക്കേട് കാണിച്ച് അകന്നു പോയെങ്കിലും നിന്നെ വിളിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, നസ്രയനാകുന്ന യേശു ക്രിസ്തു. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കുവാൻ, നിന്റെ നാണിടത്തെ മറയ്ക്കുവാൻ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നശിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി എത്ര പേര് സമർപ്പിക്കും? ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിയിൽ, യേശുവേ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. യേശുവേ ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു മതത്തിന്റെയോ സംഘടനയുടെയോ സമുദായത്തിന്റെയോ ഒരു ഗ്രൂപ്പിന്റെ ആളല്ല യേശു. യേശു മുഴു ലോകത്തിന്റെ ദൈവമാ. ഏത് വ്യക്തികൾക്കും യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാം. ഇന്ന് രാത്രി ആ കർത്താവിന്റെ തൃപ്പാദത്തിൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമീപവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വ്യാപാരം ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തോട് അപേക്ഷിക്ക്, എന്റെ കർത്താവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ലോർഡ് ജീസസ്, യേശു എൻ സംഗീതം എൻ ബലമാകുന്നു. താൻ ജീവന്റെ കിരീടം എനിക്കു തരുന്നു. താൻ മുഖത്തിൻ പ്രകാശം ആയത്ര മധുരം. എന്റേതു നിശ്ചയോ യേശുയൻ സംഗീതം എല്ലാമാകുന്നു. എനിക്കു വിപരീതം ആയ കയ്യെഴുത്തു. മായിച്ചു കളഞ്ഞു. ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു. എന്നെ സ്നേഹം കൊണ്ടു എന്നെ സ്നേഹിക്കുന്നു. താൻ ദൂഷിന്തീരു
എൻ ബലമാകുന്നു. താൻ ജീവൻ എനിക്കു തരുന്നു. ഈ രാത്രി സുപ്രസാദ ഗാനമാണ്. ഇന്ന് രാത്രി രക്ഷാ ദിവസമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യാതനാ സ്ഥലത്ത് പോകരുത്, നരകത്തിൽ പോകരുത്, നിത്യതയിലെത്തണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് ഇന്ന് രാത്രി നല്ല അവസരം എൻ്റെ കേൾവിക്കാർക്ക് ദൈവം തന്നിരിക്കുക. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം. ഈ പ്രാർത്ഥന ആരേറ്റ് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഈ ശുശ്രൂഷ അതിന് ഉതകട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും നന്ദി. ഇതുവരെ എന്നെ കേട്ടിരുന്ന ഈ ഗ്രൗണ്ടിലിരുന്നവരും സമീപവാസികൾ, ദേശവാസികൾ, ശബ്ദപരിധിക്ക് ശ്രദ്ധിച്ച എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി ചൊല്ലി വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.